വിഷയത്തിൽ KPCC എടുത്തൊരു നിലപാടുണ്ട്. ആ നിലപാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞങ്ങൾ മാധ്യമങ്ങളോടും പറഞ്ഞിട്ടുള്ളതുമാണ്. ഞാനും നിങ്ങൾ ആവർത്തിച്ച് ചോദിച്ചപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഈ രേഖാമൂലമുള്ള പരാതികളൊക്കെ വരുന്നതിന്റെ മുമ്പ് തന്നെ പാർട്ടിയിൽ നിന്നുള്ള സസ്പെൻഷൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പാർട്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. എന്ന് മാത്രമല്ല, ഇന്ന് KPCCക്ക് വാർത്തകൾ നിങ്ങൾ വാർത്ത കൊടുത്ത പോലെ KPCC പുതിയ പരാതിയുണ്ട്. ആ പരാതി അത് പാർട്ടി അന്വേഷിക്കട്ടെ എന്നോ പാർട്ടി തീരുമാനം എടുക്കുന്നൊന്നല്ല പറഞ്ഞത്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനും കേരളത്തിന്റെ പോലീസിന്റെ തലപ്പത്തുള്ള DGPക്കും കൊടുത്ത് ആ പരാതി DGPക്ക് ഉണ്ട് എന്നുള്ളത് വന്ന മെയിലിൽ തിരിച്ച് KPCC റിപ്ലൈയും ചെയ്തിട്ടുണ്ട്. ഇനി പോലീസിന്റെ നടപടികൾ എന്താണോ ലീഗലി ഈ കാര്യങ്ങൾ കോടതിയിൽ എങ്ങനെ നിൽക്കുമോ എന്നതിനെല്ലാം ശേഷം തുടർന്ന് പാർട്ടി എന്തെങ്കിലും നിലപാട് അടുത്തതായി എടുക്കേണ്ടതുണ്ടെങ്കിൽ എടുക്കും. പാർട്ടി പ്രതികരിക്കുന്നെങ്കിൽ പ്രതികരിക്കും. വന്ന പരാതി CPM ഒക്കെ ചെയ്യുന്ന പോലെ പാർട്ടിക്കകത്തെ ഒരു സംവിധാനത്തിലേക്കല്ല DGPക്കാണ് അയച്ചിട്ടുള്ളത്. ഇനി ലീഗലായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് പറഞ്ഞത്. സാഹചര്യത്തിൽ MP-ക്ക് വളരെ ലളിതമായി പറയാവുന്ന ഒരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണോ വെക്കണ്ടോ? ഒരു പരാതി കൂടെ വന്നിരിക്കുകയാണ്. അതിഗുരുതരമായ പരാതിയാണ്. ആ പരാതിയുടെ ക്ലാരിഫിക്കേഷൻ നിയമപരമായ കാര്യത്തിന് സംസ്ഥാന പോലീസ് മേധാവിക്ക് അത് കൊടുത്തു. ഉചിതമായ സമയം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല. അത് പാർട്ടി പ്രസിഡന്റ് പറയും. ലീഗലി അതിന്റെ തുടർ നടപടികൾ എന്താണെന്ന് നോക്കി പാർട്ടി നിലപാടെടുക്കേണ്ടി വരികയാണെങ്കിൽ പാർട്ടി നിലപാടെടുക്കും. ഇനി ഒരു ചോദ്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു ചോദ്യം, CPM സമാനമായ സാഹചര്യങ്ങൾ എന്താണ് കേരളത്തിൽ ചെയ്തത്? രണ്ടാമത്തെ ചോദ്യം, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗം, മുൻ MLA, മുൻ ഏരിയ സെക്രട്ടറി, DYFIയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ശബരിമല പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്തിൽ നടന്ന കേട്ടുകേൾവിയില്ലാത്തൊരു കൊള്ളക്ക് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ ഇന്ന് ജയിലിലാണ്. ആ ജയിലിലുള്ള നേതാവിനെ സംബന്ധിച്ച് ഒരു നടപടിയെ സംബന്ധിച്ച് ഒരു വിശദീകരണത്തെ സംബന്ധിച്ച് പോലും ചോദിക്കുമ്പോൾ അവിടുന്ന് മറുപടി വന്നത് ഞങ്ങളൊക്കെ ഇതുപോലെ ജയിലിൽ കിടന്നിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ആയതെന്നുള്ള മറുപടി പാർട്ടി സെക്രട്ടറി പറഞ്ഞു. ഒരു വിശദീകരണ കുറിപ്പ് പോലും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് കോൺഗ്രസ് എന്നുള്ള നിലയിൽ, പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഈ സ്റ്റെപ്പിൽ എടുക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. CPM അത്തരം കാര്യങ്ങൾ എടുത്ത സമീപനമല്ല കോൺഗ്രസ് വെച്ച് പുലർത്തിയത്. ശബരിമല പ്രശ്നത്തെ ലഘൂകരിച്ച് കാണാൻ കഴിയേയില്ല. കേരളത്തിലെ ഒരു ഗവൺമെന്റിന്റെ കാലത്തും കേട്ടുകേൾവിയില്ലാത്ത അഴിമതിയാണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് ഇപ്പോൾ കോടതി മേൽനോട്ടം ഉള്ളത് കൊണ്ട് മാത്രം SITയുടെ അന്വേഷണത്തിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. ആ ജയിലിൽ കിടക്കുന്ന ആൾക്കെതിരെ ഒരു ഷോക്കോസ് നോട്ടീസ് പോലും കൊടുക്കാൻ ഇഷ്യൂ ചെയ്യാനോ എന്താണ് അന്വേഷിക്കുന്നു പറയാനോ അല്ലെങ്കിൽ ചെയ്തത് ശരിയല്ല നടപടിയെടുക്കുമെന്ന് പറയാനോ ഒന്നും ഇതുവരെ ഒരു CPM നേതാവിനെയും കണ്ടിട്ടില്ല. കുറച്ചൊക്കെ ചോദ്യങ്ങൾ ദയവേത് അങ്ങോട്ടേക്കും ചോദിക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പില് ചർച്ച രാഹുലല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ച അയ്യന്റെ പൊന്ന് തന്നെയാണ്, ശബരിമലയിലെ സ്വർണം കൊള്ള തന്നെയാണ് എന്ന് ആവർത്തിച്ച് പറയുകയാണ് ഷാഫി പറമ്പില് വടകരയിൽ ഉണ്ടാക്കുന്ന ഓളം അത് നിങ്ങളെല്ലാവരും കണ്ണിറയെ കാണണം കേട്ടോ. ഷാഫി പറമ്പിൽ വടകരയിൽ നടത്തുന്ന പ്രചരണങ്ങള്, ഷാഫി പറമ്പിൽ പങ്കെടുക്കുന്ന പരിപാടികള് കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയാ. 10 മണി കഴിഞ്ഞു, 11 മണി കഴിഞ്ഞു, 12 മണി കഴിഞ്ഞു, വലിയ ജനാവലി തീങ്ങി നിൽക്കുകയാ ഷാഫി പറമ്പിലിന് വേണ്ടിയിട്ട്. പ്രചരണം അങ്ങനെ തീ ഉണ്ട പോലെ ശരവേഗത്തിൽ കുതിക്കുകയാ വടകരയുടെ മണ്ണില്. അവിടെ ഷാഫി പറമ്പിൽ മൈക്കില്ലാതെ, കാരണം 10 മണി കഴിഞ്ഞതുകൊണ്ട് മൈക്കില്ലാതെ സംസാരിക്കുന്ന, ഉച്ചഭാഷിണിയില്ലാതെ സംസാരിക്കുന്ന ആ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുകയാ. എന്ന് പറഞ്ഞാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം നന്നായിട്ട് വ്യക്തമാകുന്നുണ്ട് എന്ന് മാത്രമല്ല, ജനം അത് ചർച്ച ചെയ്യുന്നുണ്ട്. ജനം വെള്ളക്കരം കൂട്ടിയത്, കറണ്ട് ബില്ല് കൂട്ടിയത്, നികുതി ബില്ല് കൂട്ടിയത്, കെട്ടിട ഫീസ് വർദ്ധിപ്പിച്ചത്, അങ്ങനെ തുടങ്ങി ജനത്തിന് ചർച്ച ചെയ്യാൻ ഒരുപാടുണ്ട്. അതിന്റെയൊക്കെ മുൻപന്തിയിൽ അയ്യന്റെ പൊന്ന് കൊട്ടയെ കൊള്ളയടിച്ചതും മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. അവിടെ രാഹുൽ വിഷയമല്ല ചർച്ചയാവുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് ഈ രണ്ടാമത്തെ പരാതി. KPCC നേതൃത്വത്തിന് അയച്ചത് തന്നെ ഒരു ട്രാപ്പ്. അതിൽ പറഞ്ഞിരിക്കുന്ന 23കാരി എന്ന് പറയുന്നത് മെൻഷൻ ചെയ്തത് രണ്ടാമത്തെ ട്രാപ്പ്. മൂന്നാമത്തെ ട്രാപ്പ് എന്ന് പറയുന്നത് പാർട്ടി നടപടിയെടുക്കണം എന്ന് പറഞ്ഞത് മൂന്നാമത്തെ ട്രാപ്പ്. ആ ട്രാപ്പുകളിൽ കോൺഗ്രസ് വീണില്ലെന്ന് പറഞ്ഞ് മാത്രമല്ല, ആ ട്രാപ്പുകൾ മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസ് വളരെ ശരവേഗത്തിൽ നടപടി. ഈ കിട്ടിയ പരാതി ഉടനടി DGPയിലേക്ക്. PK ശ്രീമതിയെയും AK ബാലനെയും നിയമിച്ചതുപോലെ കോൺഗ്രസ് ആരെയും നിയമിച്ചില്ല.
കോൺഗ്രസ് മറിച്ച് എന്ത് ചെയ്തു? കോൺഗ്രസ് ആ നടപടി കേരളത്തിന്റെ നിയമ സംവിധാനത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. ഇനി നിങ്ങളായിക്കോളൂ, ഞങ്ങൾ ഇതിലില്ല, ഞങ്ങൾ ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണാം എന്ന് പറഞ്ഞ് കോൺഗ്രസ് മാറി. കോൺഗ്രസ് മാറി എന്ന് മാത്രമല്ല, കോൺഗ്രസ് ആ പരാതിയെ തിരിച്ചറിയുന്നു. അയ്യന്റെ പൊന്ന് കൊള്ളയടിച്ചത് മറച്ചു പിടിക്കാൻ ആദ്യത്തെ പരാതിക്ക് സാധിക്കുന്നില്ല എന്ന് കാണുമ്പോഴാണ് രണ്ടാമത്തെ പരാതി വരുന്നത്. രണ്ടാമത്തെ പരാതിയിലും ട്രാപ്പാണെന്ന് മനസ്സിലാക്കുന്ന കോൺഗ്രസ് അത് കേരളത്തിന്റെ DGPക്ക് കൈമാറുന്നു. തീർന്നു എന്ന് മാത്രമല്ല, കോൺഗ്രസ് ഉടനടി അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കൂടി കിടന്നു. പരാതിക്കാരൻ കോൺഗ്രസിനെ ട്രാപ്പിലാക്കാൻ വേണ്ടിയാണ് പരാതി KPCC പ്രസിഡന്റിന് അയച്ചതെങ്കിൽ, പരാതിക്കാരിയല്ല, ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ സൂക്ഷിക്കണം, മാറി പറയുന്നതല്ല, പരാതിക്കാരനാണ്. ആ പരാതിക്കാരൻ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ, ട്രാപ്പിലാക്കാൻ വേണ്ടിയാണ് പരാതി KPCC പ്രസിഡന്റിന് അയച്ചതെങ്കിൽ, KPCC പ്രസിഡന്റ് അത് DGPക്ക് കൈമാറിക്കൊണ്ട് പരാതിക്കാരനെ ട്രാപ്പിലാക്കി എന്ന് മാത്രമല്ല, കോൺഗ്രസ് ഒരു പടി കൂടി കടന്ന് മറ്റൊരു കാര്യം കൂടി ചെയ്തു. ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയകളിൽ കടക്ക് പുറത്ത് അമ്പലം വിഴുങ്ങികൾ, കടക്ക് പുറത്ത് എന്നുള്ള ഒരു അമ്പലം കൊള്ളക്കാർ, അവർ കടക്ക് പുറത്ത് എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ കൂടി കോൺഗ്രസ് സജീവമാക്കി എന്ന് മാത്രമല്ല, രാഹുലുമായി ബന്ധപ്പെട്ട എന്ത് വിഷയം കോൺഗ്രസ് നേതാക്കളോട് ചോദിച്ചു കഴിഞ്ഞാലും അവരൊക്കെ അതിനോടൊപ്പം ശബരിമലയും കൂട്ടിവെച്ചു. ഈ ചിത്രത്തിൽ നിന്ന് ശബരിമല മായ്ഞ്ഞു പോകരുത് എന്ന് ഒന്ന് ഉറപ്പുള്ളത് കൊണ്ട്, അത് മായ്ക്കാനാണ്, അത് മറക്കാനാണ് രാഹുലിനെതിരെ വീണ്ടും പരാതി വന്നത് എന്നുള്ള ബോധ്യം തന്നെയാ. ആ ബോധ്യത്തിന്റെ പേരില് കോൺഗ്രസ് ശ്രീമതിയെ പോലെയോ AK ബാലനെ പോലെയോ ആരെയും നിയമിച്ച് തീവ്രത അളക്കാൻ വിട്ടില്ല. അത് കോൺഗ്രസിന് സാധിക്കാത്തത് കൊണ്ടല്ല, ആ ട്രാപ്പ് മനസ്സിലാക്കിയിട്ടാണ് അത് DGPക്ക് കൊടുത്തത്. ഇനി DGP കണ്ടുപിടിക്കണം ഊരും പേരും ഇല്ലാത്ത ഈ പരാതിക്കാരൻ ആരാണ്, അല്ലെങ്കിൽ ഊരും പേരുമില്ലാത്ത ഈ പരാതിക്കാരി ആരാണ്. പരാതിക്കാരി ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. മനസ്സിലായില്ലേ? അതാണ് ഷാഫി പറമ്പിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോ ഷാഫി പറമ്പിൽ പറഞ്ഞ വാക്കുകൾ വളരെ വളരെ ശക്തമാണ്. അത് വടകരയുടെ മണ്ണില്, മലബാറില്, ഷാഫിയുടെ വേദികളിൽ വല്ലാതെ പ്രതിപാദിപ്പിക്കുന്നുണ്ട് ഷാഫി പറമ്പില്. ഷാഫി പറയുന്ന കാര്യങ്ങള് എന്തേ, കോൺഗ്രസ് ഓൾറെഡി നടപടി എടുത്തു കഴിഞ്ഞു, അയാൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ നേരിടുന്നു. സസ്പെൻഷൻ ഡിസ്മിസിലേക്ക് പോകാം. അത് ഈ പറയുന്ന അന്വേഷണം എവിടെ വരെ എത്തുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. അത് പാർട്ടി നേതൃത്വം തീരുമാനിക്കും. മനസ്സിലായില്ലേ? അതിനപ്പുറത്തേക്ക് ചർച്ച ചെയ്യേണ്ടതും ചോദിക്കേണ്ടതുമായ വിഷയങ്ങൾ, ഈ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണമെന്ന് ഷാഫി പറയുന്നുണ്ടെങ്കിൽ, മാപ്രകൾ ഈ മൈക്കും തൂക്കി ഇറങ്ങിയിട്ട് ഗോവിന്ദനെ കാണുമ്പോ ഗോവിന്ദൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പേര് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മറകൾ സൃഷ്ടിക്കാൻ, തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ, മറച്ചു പിടിക്കാൻ, കർട്ടനിടാൻ ശ്രമിക്കുന്ന ഗോവിന്ദനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കണം. പത്മകുമാറിന്റെ കാര്യത്തിൽ എന്ത് നടപടിയെടുത്തു? ഒരു കാരണം കാണിക്കൽ നോട്ടീസ്, ഷോ കോസ് നോട്ടീസ് എങ്കിലും നിങ്ങൾ കൊടുത്തോ പത്മകുമാറിന്? എങ്ങനെ കൊടുക്കുമല്ലേ, പത്മകുമാർ ജയിലിലല്ലേ. ഒരു നടപടി എടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? നിങ്ങളുടെ MLA ആയിരുന്നു, നിങ്ങൾ ദേവസ്വം പ്രസിഡന്റ് ആക്കിയ വ്യക്തിയാണ്, DYFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. ഇതൊക്കെയായിരുന്നു. ആ വ്യക്തിക്കെതിരെ എന്ത് നടപടി നിങ്ങൾ എടുത്തു? പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയോ? ഒരു നടപടിയും എടുക്കാതെ ഇപ്പോഴും സംരക്ഷിച്ച് കൊണ്ടുപിടിക്കുക. എന്നിട്ട് പത്മകുമാറിനെ കുറിച്ച് ചോദിക്കുമ്പോ ഇനിയും ഗോവിന്ദൻ പറയുന്നത് എന്താ? ഗോവിന്ദൻ പറയുന്നത് കോടതി തീരുമാനിക്കട്ടെ. എന്നാ രാഹുലിന്റെ കാര്യത്തിലും കോടതി തീരുമാനിക്കട്ടോ ഗോവിന്ദ? പോരെ? അതോ കോടതിയുടെ മുന്നിലുള്ള കാര്യം പത്മകുമാറിന് മാത്രം കോടതി തീരുമാനിക്കലും രാഹുലിന് അതല്ലാത്തതുമാണെന്നാണോ ഗോവിന്ദൻ പറയുന്നത്? അപ്പോ ഈ പറയുന്ന ആളുകൾ ഇത് പറയുമ്പോ തിരിച്ചങ്ങോട്ട് ചോദ്യം ചോദിക്കാനുള്ള ഒരു മാന്യരെങ്കിലും മാപ്രകൾ കാണിക്കണം. അത്രമാത്രമേ പറയുന്നുള്ളൂ. ഇനിയിപ്പോ നിങ്ങൾ ചോദിച്ചാലും ഇല്ലെങ്കിലും ചർച്ച ഇതാണ്. ഇന്നലെ നിങ്ങൾ ടി സിദ്ദീഖിനോട് ചോദിച്ചില്ലേ? സിദ്ദീഖ് പറഞ്ഞല്ലോ, ഡിപ്പായിട്ട് പറഞ്ഞു തീർത്തില്ലേ, കോർ സബ്ജക്ട് എന്ന് പറയുന്നത് ശബരിമലയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നേരിടുന്നത്, ജനം വിലയിരുത്തുന്നത് അത് ഈ പറയുന്ന ശബരിമല വെച്ചുകൊണ്ട് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നില്ല, അത്രയേ ഉള്ളൂ. അതിനിടയിൽ എന്തൊക്കെ ഇടി നോട്ടീസും ഏതൊക്കെ രീതിയിലുള്ള 23-കാരിയുടെ പരാതികളും കൊണ്ടുവന്നതിനെ മറച്ചു പിടിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നോ വേ മക്കളെ, നോ വേ. അത് അതിമോഹമാണ് മോനെ ദിനേശ, അതിമോഹം. അത്രയേ ഉള്ളൂ ഈ കാര്യത്തിൽ പറയാൻ.
ഈ കാര്യത്തിൽ പറയാൻ അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് മറ്റൊന്നില്ല. ഇവിടെ കോർ സബ്ജക്റ്റ് സിദ്ദീഖ് പറഞ്ഞതുപോലെ, ഷാഫി പറഞ്ഞതുപോലെ, എല്ലാവരും പറയുന്നത് പോലെ ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ. ശബരിമലയിലെ അയ്യന്റെ പൊന്ന് കട്ടത് തന്നെയാണ് ജനം ചർച്ച ചെയ്യുന്നത്. ആ ബോധ്യം സഖാക്കൾക്കുണ്ട്, ഗോവിന്ദനുണ്ട്, പിണറായി വിജയനുണ്ട്, LDF-നുണ്ട്, എല്ലാവർക്കും ആ ബോധ്യമുണ്ട്. എന്തേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഈ വിഷയത്തിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ജയരാജന്റെ പ്രതികരണം കണ്ടു, ഗോവിന്ദന്റെ കണ്ടു, തോമസ് ഐസക്കിന്റെ കണ്ടു, ശൈലജയുടെ കാണുന്നു. അങ്ങനെ CPM-ന്റെ നേതാക്കളൊക്കെ വാരി വലിച്ച് നിരന്തരമായിട്ട് പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എവിടെയെങ്കിലും ബിനോയ് വിശ്വം എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടോ? ഏതെങ്കിലും CPI-കാരൻ, CPI-യുടെ മന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ, ശിവൻകുട്ടിയെ പോലെ തന്നെ മന്ത്രിമാരായിരിക്കുന്ന മറ്റു പലരും ഉണ്ടല്ലോ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ കണ്ടോ? പറയില്ല. കാരണം അവർക്ക് ചിലതൊക്കെ ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ CPI-യുടെ മന്ത്രിമാർ അവിടെ ഉണ്ടാകുമോ എന്നുള്ള കാര്യം ചോദിച്ചാൽ അത് വലിയ ചർച്ചയാവും. ആ ചർച്ചയിലേക്ക് കടക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അമ്പലക്കള്ളന്മാർ കടക്കപ്പുറത്ത് എന്ന് പറയുന്നത്. അമ്പലക്കള്ളന്മാർ തന്നെയാണ് ചർച്ചാ വിഷയം. ഈ തെരഞ്ഞെടുപ്പും ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും അമ്പലക്കള്ളന്മാർ മാത്രമാണ് ചർച്ച. അതിനപ്പുറത്തേക്ക് കേരളത്തിന് മറ്റൊരു ചർച്ചയില്ലെന്നേ. കാരണം അയ്യന്റെ പൊന്ന് കട്ടിട്ട് പിന്നെ അവിടെ അതല്ലാതെ മറ്റൊരു വിഷയം കേരളത്തിന് ചർച്ച ചെയ്യാനില്ല സഹോദരങ്ങളെ. സഖാക്കൾക്ക് തോന്നിയേക്കാം മറ്റു പലതും ചർച്ച ചെയ്യണമെന്ന്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പത്മകുമാർ പറയുന്ന പേരുകൾ അത് വലിയ വിഷയം തന്നെയാണ്. പോറ്റി പറഞ്ഞ പേര് ബാബുവിന്റെയാ, ബാബു പറഞ്ഞ പേര് വാസുവിന്റെയാ, വാസു പറഞ്ഞ പേര് പത്മകുമാറിന്റെയാ. അപ്പോ ഇത്തരത്തിൽ വരിയായിട്ട് ഓരോരോ പേരുകൾ അതിങ്ങനെ പുറത്തേക്ക് വരുമ്പോ പല രീതിയിൽ, പല അർത്ഥത്തിൽ, പല പരാതികൾ 23-കാരിയുടെ 30-കാരിയുടെ ED നോട്ടീസിന്റെ രീതിയിൽ ഒക്കെ പുറത്തേക്ക് വരും. അതൊന്നും ഇവിടെ ചർച്ചയാവില്ല. അതൊക്കെ കേരളത്തിലെ പൊതുജനത്തിന് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. മാപ്രകൾക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്, അവരുടെ സ്ഥാപനത്തിന്റെ ചില അജണ്ടകളുണ്ട്. അവർ ചിലരൊക്കെ എന്നല്ല മിക്ക ആളുകളും പലതും മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലൊന്നും ഇവിടെ ഒരു തർക്കവും ഇല്ല. മനസ്സിലായില്ലേ? പലരും മാറി നിൽക്കുന്നുണ്ട്, പലരും എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒരുപോലെ എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നമ്മൾ പറയുന്നില്ല. പരാതിക്കാരി 23 വയസ്സുകാരിയാണെന്ന് മെൻഷൻ ചെയ്യുന്നു, പക്ഷെ പേരും ഊരും മെൻഷൻ ചെയ്യുന്നില്ല. പാർട്ടി നടപടി എടുക്കണമെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ ട്രാപ്പ് KPCC-യും കോൺഗ്രസും തിരിച്ചറിയുന്നു എന്ന് മാത്രമല്ല, 23-കാരിയുടേതല്ല, പരാതിക്കാരന്റെ ട്രാപ്പ് മനസ്സിലാക്കുന്ന കോൺഗ്രസ് അത് DGP-ക്ക് കൈമാറുന്നു. ഇനി DGP തീരുമാനിക്കും കേസെടുക്കണോ, അന്വേഷിക്കണോ, കണ്ടുപിടിക്കണോ, ആരാണ്, എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ്, എന്താണ് ഒക്കെ കോൺഗ്രസ് എല്ലാം കണ്ടുപിടിക്കേണ്ടത് കേരളത്തിന്റെ പിണറായി വിജയൻ ഭരിക്കുന്ന പോലീസ് കണ്ടുപിടിക്കട്ടെ. യെസ്, ഓഫ് കോഴ്സ് അത് തന്നെയാണ്. അപ്പോ കാര്യങ്ങൾ അമ്പലക്കള്ളന്മാർ കടക്ക് പുറത്ത്